ജി സുധാകരന് ഇനി CPM-ൽ ഇരിപ്പിടമില്ല. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻമന്ത്രി ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ സുധാകരനുമായി ഇനി ബന്ധങ്ങളുണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് CPM. ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല. സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി. 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ MLA ആയിരുന്നു ജി സുധാകരൻ. CPM-ന്റെ ആലപ്പുഴയിലെ യുവനേതാവ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ളറിപ്പോർട്ട് ഉണ്ടാക്കിയതാണെന്ന് ആരോപിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. CPM-ലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെ ഏരിയ സമ്മേളനത്തിൽ നിന്നും മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരനെ ഒഴിവാക്കിയത് ചർച്ചയായിരിക്കുകയാണ്. സമ്മേളന ദിവസങ്ങളിൽ ജി സുധാകരൻ വീട്ടിൽ തന്നെയുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ജി സുധാകരൻ. തനിക്ക് പാർട്ടി പദവികളില്ലാത്തതുകൊണ്ടാകും തന്നെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായതുകൊണ്ട് തന്നെ വിളിക്കേണ്ടതാണ്, എന്നാൽ ഒഴിവാക്കുന്നു. അതായത് ഈ ജില്ലാ സമ്മേളനത്തോടെ ആ ക്ഷണിതാവ് പദവിയും സുധാകരന് നഷ്ടമാകും. പിന്നെ വെറും പാർട്ടി മെമ്പർ മാത്രമായി തുടരും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ആലപ്പുഴയിലെ CPM പ്രവർത്തനം. ജില്ലാ സെക്രട്ടറി നാസറിന് മുകളിൽ സ്വാധീനം സജി ചെറിയാനുണ്ട്. സുധാകരന്റെ പിന്തുണയിലാണ് സജി ചെറിയാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയത്. മന്ത്രിയായതോടെ സുധാകരനെ പൂർണ്ണമായും തള്ളി മുമ്പോട്ട് പോവുകയാണ് സജി ചെറിയാൻ. തോമസ് ഐസക്കിന് പോലും ആലപ്പുഴയിലെ പാർട്ടിയിൽ സ്വാധീനമില്ല. ഇതാണ് സുധാകരനെ സമ്മേളന വേദിയിൽ നിന്ന് പോലും അകറ്റുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദവും ഇതിനുണ്ടെന്നാണ് സൂചന. ജി സുധാകരന് അപ്രഖ്യാപിത വിലക്ക് CPM ഏർപ്പെടുത്തുന്നുവെന്ന് സാരം. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CS സുജാതയുടെ തോൽവിയിൽ ആയിരുന്നു ആഞ്ചലോസിന്റെ പുറത്താക്കൽ നടപടി. സുജാതയെ തോൽപ്പിക്കാൻ ബോധപൂർവം പ്രവർത്തിച്ചിരുന്നുവെന്ന് ആരോപിച്ച് ആഞ്ചലോസിനെ പുറത്താക്കുകയായിരുന്നു. തന്നെ അധ്യക്ഷനാക്കി തന്നോട് പറയാതെയാണ് അജണ്ട ചർച്ചയ്ക്ക് വെച്ചതെന്നും ചതിച്ചതാണെന്നും കെ സുധാകരൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാജന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുമ്പോഴായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ആഞ്ചലോസിന്റെയും CPI നേതാവ് മുല്ലക്കര രത്നാകരന്റെയും സാന്നിധ്യത്തിലായിരുന്നു തുറന്നു പറച്ചിൽ. CPM-ന്റെ MLA-യും MP-യുമായിരുന്ന ആഞ്ചലോസ് ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറിയാണ്. 1998-ലാണ് CPM ആഞ്ചലോസിനെ പുറത്താക്കിയത്. ആ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന CS സുജാതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആഞ്ചലോസിനെതിരായ ആരോപണം. 1991-ൽ ഇവിടെ നിന്ന് ലോക്സഭാംഗമായ ആഞ്ചലോസ് 96-ൽ തോറ്റിരുന്നു. 98-ൽ സുജാതയെ സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ സുജാതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആഞ്ചലോസ് വീഴ്ച വരുത്തിയെന്നായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കുട്ടികളുടെ മുടി വെട്ടിക്കാനും ഉച്ചകഴിഞ്ഞ് പാർക്കിലും പോയെന്നായിരുന്നു ആരോപണം. കടലോര മേഖലയിൽ വർഗീയ വികാരം ഇളക്കിവിട്ടു. ലത്തീൻ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ സാധ്യത തകർക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് നിരത്തിയത്. എന്നാൽ CPM-ൽ അന്ന് രൂക്ഷമായ VS അച്യുതാനന്ദൻ CITU വിഭാഗം പോരിന്റെ ഇരയായിരുന്നു ആഞ്ചലോസ് എന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. CITU പക്ഷത്തായിരുന്നു ആഞ്ചലോസ്. കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന ചെറുക്കൻ എന്ന് ആഞ്ചലോസിനെ VS പാർട്ടി യോഗത്തിൽ വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു. സുധാകരന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം ഇതായിരുന്നു.